Good afternoon, viewers. Welcome to my channel. In mainly Bank Nifty so you know that Bank Nifty in the 500 point point gain Nifty minus 28 point downline the Nifty. So Bank Nifty mainly ICICI Bank on another gain that is almost 1.51% ICICI Bank gain. HDFC Bank 1738 another correction is 1721. Again it has gone up to 1729. So HDFC Bank, State Bank again profit booking the State Bank. Bajaj Finance, it is a sell Bajaj Finance sell LIC also correct the level of LIC out in the bounds. Especially Kotak Mahindra, Axis Bank, പക്ഷെ മെയിൻലി ലഗാർഡ് ആയത് IT സെക്ടർ മെയിൻലി TCS, Infi, SCL Tech അതുപോലെ ഹെൽത്ത് കെയർ സെക്ടറിൽ IT സെക്ടറിന്റെ മെയിൻ കാരണം വെച്ചാൽ ഈ കേപ്പ് ജെമിനിന്റെ റിസൾട്ട് വളരെ മോശമായിട്ട് വന്നത് അതുകൊണ്ട് മറ്റുള്ള എല്ലാ IT സ്റ്റോക്സും അതുപോലെ തന്നെ കുറഞ്ഞു. പിന്നെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുള്ള ഒരുവിധം കമ്പനീസ് എല്ലാം ഇൻക്ലൂഡിങ് ഡോക്ടർ റെഡ്ഡി ആയാലും ശരി, സൺഫാർമ ആയാലും ശരി ഇന്ന് ഡൗൺ ആയിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ US ഞാൻ പറഞ്ഞല്ലോ മുമ്പിൽ ട്രംപിൻ്റെ ഒരു ടാരിഫ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽസിലും ഓട്ടോമൊബൈൽ കോമ്പണൻസിലൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഈ ഫാർമസ്യൂട്ടിക്കൽസ്, IT, ഓട്ടോമൊബൈൽ കോമ്പണൻസിൻ്റെയൊക്കെ സ്റ്റോക്സ് കുറച്ച് കറക്ഷനാകുന്നത്. പക്ഷേ റിലയൻസ് സംവാട്ട് ഓക്കെ, റിലയൻസ് നന്നായി ചെയ്തുമില്ല. ഇറ്റ്സ് നോട്ട് ഓൾമോസ്റ്റ് സെയിം ലെവൽ റിലയൻസിൻ്റെ കാര്യത്തിൽ പറയാന്ന് വെച്ചാൽ. സോ ഞാൻ ഇന്ന് എനിക്ക് പറയാൻ നല്ലതായിട്ട് ചെയ്ത സ്റ്റോക്കുകൾ പറയുന്നത് വെച്ചാൽ മെയിൻലി ചെയ്ത് റെയിൽ വികാസ് നിഗം ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് അത് 12% ഗെയിൻ ചെയ്തിട്ടുണ്ട്. 374 റുപ്യ റെയിൽ വികാസ് നിഗം. സൊമാറ്റോ ഇന്നലെ നന്നായിട്ട് മൂവ് ചെയ്തു, ഇന്ന് നന്നായിട്ട് മൂവ് ചെയ്തു. 234 സൊമാറ്റോ. പിന്നെ ഇന്ത്യൻ റെയിൽവേ ഫൈനാൻസ് കോർപ്പറേഷൻ ഇസ് ഓൾമോസ്റ്റ് 124, അതും ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 4% ഗെയിൻ ചെയ്തിട്ടുണ്ട്. മണപ്പുറം ഫൈനാൻസ് 7% ഗെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നന്നായി ഗെയിൻ ചെയ്തൊരു സ്റ്റോക്ക് ഇതാണ് ബെല്ല്, BHEL. അത് 194 BHEL ചെയ്തത്. പിന്നെ കല്യാൺ ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് 488 അങ്ങനെയല്ലേ, അതൊരു 600 റുപ്യയെല്ലാം വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അത് എക്സിറ്റ് ചെയ്യണം ഈ സ്റ്റോക്ക്. കാരണം വെച്ചാൽ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കാണുന്ന വെച്ചാൽ വലിയൊരു ത്രെട്ട് ഇൻഡസ്ട്രിയിൽ കാണുന്നത് ഇപ്പം വലിയ ആൾക്കാരൊക്കെ ഈ ജ്വല്ലറി ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. അതിപ്പം ഫോർ എക്സാമ്പിൾ ടാറ്റ ഓൾറെഡി ടൈറ്റാനിയം ഉണ്ട്, ഇനിയിപ്പം ബിർള ജിയും ഇതിൻ്റെ അകത്ത് വെഞ്ചർ ചെയ്യുന്ന നോക്കുന്നത്. ദർ ആർ സോ മെനി അതർ ബിഗ് പ്ലേയേഴ്സ്, ഇവൺ അഡാനി ഓൾസോ പ്ലാനിങ് ടു കം എന്നുള്ള കേൾക്കുന്നത്. പക്ഷേ സോ ഇങ്ങനെ വലിയ പ്ലേയേഴ്സ് വരുമ്പം ഈ സ്മോൾ പ്ലേയേഴ്സിലേക്ക് കല്യാൺ ജ്വല്ലേഴ്സിനൊക്കെ വളരെ ടഫായിരിക്കും മാർക്കറ്റിൽ അവരായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ. ആൻഡ് രണ്ടാമത്തെ കാര്യം വെച്ചാൽ സ്റ്റോക്ക് വാല്യൂഷൻ വളരെ കൂടുതലായിരുന്നു. സോ എനിക്ക് തോന്നുന്നില്ല എന്തുകൊണ്ട് ഇത്ര അധികം 600 റുപ്യയിൽ ആൾക്കാർ എക്സിറ്റ് ചെയ്തിട്ടില്ല സ്റ്റോക്ക്. ഇപ്പോൾ 488 റുപ്യയായി. സോ ഐ തിങ്ക് ഒരു ബിയറിഷ് ട്രെൻഡിലാണ് ഞാൻ ഈ കല്യാൺ ജ്വല്ലേഴ്സിനെ കാണുന്നത്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം ടു കോമ്പീറ്റ് വിത്ത് ടാറ്റാസ് ഓർ ബിർളയ്ക്ക് വരുമ്പോൾ മാർക്കറ്റിൽ വലിയൊരു കോമ്പറ്റീഷൻ ആയിരിക്കും. മേ ബി അത് കേരളത്തിൽ 2-3 ഔട്ട്ലെറ്റ്സ് ചെയ്ത്, പക്ഷേ ഓൾ ഓവർ ഇന്ത്യയിൽ അവരെ എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് they had to big players in the market. So അതാണ് ഞാൻ കല്യാൺ ജ്വല്ലേഴ്സിനെ കുറിച്ച് പറഞ്ഞു. സോ ഐ എം നോട്ട് ബുള്ളിഷ് ഓൺ ദാറ്റ് സ്റ്റോക്ക് കല്യാൺ ജ്വല്ലേഴ്സിൽ. പിന്നെ ചെയ്തൊരു സ്റ്റോക്ക് NMDC ഞാൻ രാവിലെ പറഞ്ഞു. NMDC ഹാസ് മൂവ്ഡ് വെൽ. മെറ്റൽ സ്റ്റോക്സ്, ഏജിസ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ സ്റ്റോക്സ് നന്നായി ചെയ്തിട്ടുണ്ട്. 12% ഗെയിൻ ചെയ്ത സ്റ്റോക്കാണ്. 743 റുപ്യാണ് ഏജിസ് ലോജിസ്റ്റിക് ഉള്ളത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ നന്നായി ചെയ്ത സ്റ്റോക്കുകൾ. പിന്നെ ഈ ഇന്നത്തെ ഇവര് എക്സവയറിൻ്റെ പിന്നെ ലിസ്റ്റ് ചെയ്ത് 750 റുപ്യയിലാണ് വന്നിട്ടുള്ളത്. നോട്ട് മച്ച് അത്ര വലിയൊരു ഒന്നാമത് സ്റ്റോക്ക് അതിൽ വാല്യൂഡ് ആണ്. ഇറ്റ് ഈസ് എക്സ്പെൻസീവ് അറ്റ് ദിസ് പ്രൈസ് ഓൾസോ, എൻ്റെ അഭിപ്രായത്തിൽ പറയാന്ന് വെച്ചാൽ. സോ ഇതാണ് ഈ സ്റ്റോക്കുകൾ പറയുന്നത് വെച്ചാൽ. നമ്മൾ എന്ന് വെച്ചാൽ മാർക്കറ്റിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വെദർ ദ മാർക്കറ്റ് ഈസ് ഗോയിങ് അപ്പ്, മാർക്കറ്റ് ഈസ് ഗോയിങ് ഡൗൺ, ഒരു ദിവസം മാർക്കറ്റിൽ ഇരുന്നാൽ യു ഹാവ് ടു മേക്ക് മണി, അതർവൈസ് ഇറ്റ് ഈസ് വേസ്റ്റ് ഓഫ് ടൈം. സോ ആക്ച്വലി ഇഫ് യു ഡു നോട്ട് ലവ് ടു മേക്ക് മണി ഇൻ ദ മാർക്കറ്റ്, ഡു നോട്ട് കം ടു ദ മാർക്കറ്റ്. വെറുതെ ഇരുന്നിട്ട് മാർക്കറ്റ് നോക്കിയിട്ട് പോവുക, അല്ലെങ്കിൽ അതിൽ ദർ ഇസ് നോ സച്ച്
ഫൺ ഇൻ ദാറ്റ്. ഐ ഡോണ്ട് നോ. പിന്നെ ഇത് ചില കൂട്ടർ പറയുമ്പോൾ നിങ്ങൾ ഈ പേപ്പർ ട്രേഡ് ചെയ്യൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പർ ട്രേഡ്, അതിലൊന്നും നിങ്ങൾക്കൊന്നും ഗെയിൻ ചെയ്യാൻ പറ്റില്ല. ഐ ഡോണ്ട് സജസ്റ്റ് യു ടു ഡു പേപ്പർ ട്രേഡിംഗ് ഓൾസോ. പക്ഷെ മാർക്കറ്റിൽ വരുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ലവ് മണി and you should make some money. Whether the market goes in the 500 point up to 1000 point down to there is an opportunity for trading for the traders in the market. So I hope you can understand what I am saying. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഞാൻ ഇത് ട്രേഡേഴ്സിന് മാത്രമല്ല, ഇത് ഇഫ് യു വാണ്ട് ടു do any business also. If you suppose you want to start ഒരു ഗ്രോസറി ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീ ഷോപ്പോ തുടങ്ങുമെങ്കിൽ തന്നെ you should have an love to make some money from the market every day. ഞാൻ എൻ്റെ കരിയറിൽ ഐ മെറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ ഹൂ ലവ് ടെക്നോളജി. സോ അവർ പറയും എനിക്ക് ടെക്നോളജിയിൽ ഞാൻ എക്സ്പേർട്ടാണ്, ഐ വാണ്ട് ടു സ്റ്റാർട്ട് എ കമ്പനി എന്ന് പറഞ്ഞിട്ട് കുറേ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ വരുന്ന വെച്ചാൽ ഐ മെറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ ദേ യൂസ് ടു ടെൽ മീ ദാറ്റ് അവർ ദേ ഏൺ ലോട്ട് ഓഫ് മണി, അവരെ ടെക്നോളജി അല്ലെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്തു. സോ ഐ ഏൺ എ ലോട്ട് ഓഫ് മണി, ഐ ഹാവ് ഇനഫ് മണി ടു ലിവ്. സോ നൗ ഐ വാണ്ട് ടു സെറ്റ് അപ്പ് എ കമ്പനി and I want to give something back to the society എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സ് കുറേ ഉണ്ടായിരുന്നു. ഞാൻ ഇവരെയൊക്കെ ശ്രദ്ധിച്ച സമയത്ത് നൺ ഓഫ് ദീസ് പീപ്പിൾ വിൽ എവർ മേക്ക് എ ഗ്രേറ്റ് എൻ്റർപ്രൈനേഴ്സ്. അവരങ്ങനത്തെ ഒരാളും മാർക്കറ്റിൽ വന്നിട്ടോ അല്ലെങ്കിൽ കമ്പനി തുടങ്ങിയിട്ടോ ഒരു സക്സസ്ഫുൾ പീപ്പിളായി കണ്ടിട്ടില്ല. സോ പിന്നെ പല ആൾക്കാരും മെനി ഓഫ് മൈ കൊളീഗ്സ് ആൻഡ് ഫ്രണ്ട്സ് ദേ വാണ്ട് ടു സ്റ്റാർട്ട് എ കമ്പനി ഇൻ ദ പ്രൈം ഓഫ് ദർ കാരിയേഴ്സ്. അവർ പിന്നെ കമ്പനിയിൽ തന്നെ വലിയൊരു സീനിയർ പോസ്റ്റിലും ആൻഡ് ദേ വോണ്ട് മെനി അക്ലൈഡ്സ്. അവർ വളരെ സെയിൽസിലായാലും ശരി, മാർക്കറ്റിങ്ങിലായാലും ശരി, അല്ലെങ്കിൽ ഫൈനാൻസിലായാലും ശരി, ദേ മെനി അക്ലൈഡ്സ് ആസ് എ പ്രൊഫഷണൽ മാനേജേഴ്സ് ഇൻ ലാർജ് കമ്പനീസ്. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. അവർ നാളെ ഈ കമ്പനി വിട്ടിട്ട് ഐ വാണ്ട് ടു ഹാവ് മൈ ഓൺ എൻ്റർപ്രൈസ് അല്ലെങ്കിൽ മൈ ഓൺ ബിസിനസ് ടു ഡു സംതിങ് ടു ദ സൊസൈറ്റി എന്ന് വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ യു മസ്റ്റ് നോ. അവർ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ വൺസ് യു ലീവ് ദാറ്റ് ചെയർ നോ വൺ വിൽ റെസ്പെക്ട് യു, നോ വൺ വിൽ ഗീവ് യു ദ സെയിം റെസ്പെക്ട്. സോ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഞാനത് പല നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളോടും പറയാറുണ്ട്, നിങ്ങൾ പ്രവാസികളായിട്ട് തിരിച്ച് വന്ന് പ്രവാസികളായിട്ട് ആ ചെയറിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഉള്ളൂ. വൺസ് യു കം ബാക്ക് ഫ്രം എൻ്റെ പ്രവാസിയെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ യു ഹാഡ് ടു ലീവ് യുവർ പാസ്റ്റ് ബിഹൈൻഡ്. ഞങ്ങളെ ഗൾഫിൽ അങ്ങനെയായിരുന്നു വർക്ക് ചെയ്തത്, ഇങ്ങനെയായിരുന്നു വർക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സി എ പേഴ്സൺസ് കോർപ്പറേറ്റ് സക്സസ് ഓഫൺ കംസ് ഫ്രം ദി പവർ ഓഫ് ദ ചെയർ he sits on. അത്രയേ ഉള്ളൂ ഞാനിത് കാണുന്നത്. ആൻഡ് he will never get the same respect. The day you step out of the office, in a blue chip company's office, you are like any other person. So even your colleagues, they may not even talk to you. അതുപോലത്തെ സിറ്റുവേഷൻ പല ആൾക്കാരും ബിസിനസ് തുടങ്ങും. സോ ഞാനിത് പറയാനുള്ള കാരണം വെച്ചാൽ പിന്നെ ഇപ്പോൾ നിങ്ങൾ പല എൻ്റർപ്രൈസിനെ കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരു കോഫി ഡേയുടെ ഒരു സ്റ്റാർട്ട് ചെയ്ത ആള് പേര് വി സിദ്ധാർത്ഥ് എന്നാണ് തോന്നുന്നത്. ഐ തിങ്ക് സിദ്ധാർത്ഥാണ് അയാൾ ഈ കോഫി ഡേ തുടങ്ങുന്നത്. അയാളൊരു വലിയൊരു റിച്ച് മാൻ തന്നെ ആയിരുന്നു. സിദ്ധാർത്ഥൻ്റെ ഫാമിലിക്ക് എത്രയോ ഏക്കർ കണക്കിന് കോഫി എസ്റ്റേറ്റുള്ളൊരു ഫാമിലി ആയിരുന്നത്. അപ്പോൾ ഇയാൾ ആദ്യം കോളേജിൽ മൈസൂരിലാണ് ബികോം പഠിച്ചത്. ബികോം പഠിച്ചതിന് ശേഷം ഇയാൾ he thought that I don't want to involve in my family business. I will have to start my own career. He went to Bombay and he was doing some stock trading. Then after that, he came back to after some years he came back again to Karnataka and he joined his family business. അന്ന് അവർക്ക് ഒരു 100 acres അതിൻ്റെ അടുത്ത് ഈ കോഫി പ്ലാന്റേഷൻസ് ഉണ്ടായിരുന്നു. So that time, he found that, he found that ഈ കോഫീൻ്റെ ഒരു വലിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ കോഫി ഫാമേഴ്സിന് ദർ ഈസ് നോ പ്രൈസിങ് പവർ. കോഫി വിൽക്കുന്ന ഈ ലൈക്ക് സ്റ്റാർബക്സ് കോഫി ആയാലും ശരി, അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ കോഫി ഔട്ട്ലെറ്റ്സ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ടിം ഹോർട്ടൻസ് കോഫി പോകാൻ ദേ ഹാവ് എ പ്രൈസിങ് പവർ. അപ്പോൾ ഈ കോഫി ബീൻസ് എന്ന് വെച്ചാൽ വി ഹാവ് ടു മോസ്റ്റ് ഓഫ് ദ ടൈം ഫാമേഴ്സ് ഹാസ് ടു സെൽ കോഫി ബീൻസ് ടു ദി traders below their cost price, and most of the coffee farmers they were committing suicide in Karnataka. So അപ്പോൾ ഇയാളെന്തൊക്കെ ചെയ്ത് ഇയാളിത് മനസ്സിലാക്കി. സോ വാട്ട് ഹി ഹസ് ഡൺ, he bought the land from the suicide farmers. കുറേ ആൾക്കാർ
സെല് ചെയ്യുന്ന ലോസിൽ മേക്ക് ചെയ്യുന്ന എല്ലാ ഈ കോഫി പ്ലാന്റേഷൻസും ഇയാൾ വാങ്ങിച്ചിട്ട് ആൻഡ് ഹി മേഡ് 1,000 more than 1,000 acres of 10,000 acres of coffee plantations in Chikamagalur ഒക്കെ ഇയാൾ മേടിച്ചു. So then he realized that ഈ കോഫി ഒരിക്കലും കോഫി ബീനാക്കി വിറ്റ് കഴിഞ്ഞാൽ you will never make money. So you have no pricing power. So what he has done, he has done, opened the cafe coffee days on the coffee outlets തുടങ്ങി, and he started charging premium price for the coffee, and he is having a lot of outlets all over India in Karelo Coffee Day. സോ ഇതൊരു ഗ്രേറ്റ് സ്റ്റോറി ആയിട്ടാണ് തോന്നുന്നത്. സോ നിങ്ങളൊരു കോഫി ഫാമേഴ്സിൻ്റെ ലൈഫ് നമുക്ക് വിചാരിച്ചാൽ ഒരു ടഫ് ലൈഫ്. യു കാൺട്ട് ഈ കോഫി പ്ലാന്റേഷൻസിനെ സംബന്ധിച്ചോളം ഇതിന് റൈറ്റ് ടെമ്പറേച്ചർ വേണം, റൈറ്റ് കൈൻഡ് ഓഫ് ഷെയ്ഡ് വേണം, പെസ്റ്റിസൈഡ്സ് ചെയ്യണം, ഇതൊക്കെ ഇതിന് പ്രോബ്ലംസ് ഉണ്ട്. സോ ഹീ മേഡ് കോഫി ഡേ എ ബിഗ് സക്സസ്ഫുൾ പേഴ്സൺ, കോഫി എന്ന് പറഞ്ഞാൽ. സോ അങ്ങനെയുള്ളൊരു ഗ്രേറ്റ് എൻ്റർപ്രൈനർ. സോ ഞാനിപ്പോൾ വിചാരിക്കുന്നത് കേരളത്തിൽ കുറേ പുതിയ type of yesterday I saw in the news also, the industry minister പറയുന്നത് we are going to invest in we want investment in artificial intelligence, machine learning, ഇതുപോലത്തുള്ള പല ടെക്നോളജി നമ്മൾ കേരളത്തിലുള്ള സ്റ്റാർട്ടപ്പ് കമ്പനീസിനെ നമ്മൾ എൻകറേജ് ചെയ്യാൻ പോകുന്നൊക്കെ ന്യൂസ് കണ്ടു. പക്ഷെ എനിക്ക് തോന്നിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടോട്ടോ എന്ന് പറഞ്ഞൊരു കമ്പനി അറിയാം. ഈ ടോട്ടോ എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് കമ്പനിയാണ്. ഈ ടോട്ടോ എന്ന് വെച്ചാൽ ടോട്ടോ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് റെസ്പെക്റ്റഡ് മാനുഫാക്ചേഴ്സ് ഓഫ് സാനിറ്ററി ഫിറ്റിംഗ്സ് ഇൻ ദ വേൾഡ്. അപ്പോൾ നിങ്ങൾക്ക് പല സ്ഥലത്തും പോയാൽ ടോട്ടോ കാണാൻ പറ്റും, അത്രയും റെസ്പെക്റ്റഡ് ആണ്. അപ്പോൾ ഈ ടോട്ടോ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ടോട്ടോ ഇപ്പോൾ ജപ്പാനിനെ സംബന്ധിച്ചോളം ടോട്ടോ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ജപ്പാനിൽ ദേ ആർ വർക്കിംഗ് ഓൺ എ ന്യൂ വോൾഡ് റേഞ്ച് ഓഫ് സിറാമിക് പ്രോഡക്ട്സ് ഡിസൈൻ ഫോർ എൽഡർലി പീപ്പിൾ. അവരെന്താ വെച്ചാൽ ഫിഗർ ഔട്ട് ചെയ്യുന്നത് വെച്ചാൽ, ഈ 25% ഓഫ് ദി ജപ്പാനീസ് പോപ്പുലേഷൻ വുഡ് ബി മൂവിങ് ഓവർ അതർ സൈഡ് ഓഫ് ദി 65, ആൻഡ് ഈ ഇൻക്രീസിംഗ്ലി യങ് ജനറേഷൻ, more and more people in Japan is started growing the hair, സോ അവരെന്താ ഇപ്പോഴേ അതിനെക്കുറിച്ചിട്ട് ഈ അവർ മനസ്സിലാക്കി. ഇനി ആൾക്കാർ ജപ്പാനിൽ അസിസ്റ്റഡ് ലിവിങ് ആയിരിക്കും 65 yearsന്, അവർക്കുള്ള ഈ സാനിറ്ററി റിക്വയർമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്. സോ അതൊരു തരത്തിലുള്ള പിന്നെ ഇവർക്ക് അസിസ്റ്റഡ് ലിവിങ് ആവശ്യമുണ്ടാവും. സോ ആ സമയത്ത് ഇവർ ഉണ്ടാക്കുന്ന ഈ സാനിറ്ററി പ്രോഡക്ട്സ് എൽഡർലി പീപ്പിളിന് സൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്. സോ അതൊരു തരത്തിലുള്ള ആൻറ്റിസിപ്പേറ്ററി മാർക്കറ്റിംഗ് ആണ്. യു സി ആൻറ്റിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയും. വരാൻ പോകുന്ന ഒരു സാധ്യതകൾ ഇപ്പം തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ കമ്പനി ഇപ്പോഴത്തന്നെ അവർക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യും. അപ്പോൾ ഞാൻ അറിയിക്കും അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമ്മളെ കേരളത്തിന് വേണ്ടി വരും. കാരണം കേരളത്തിൽ നോക്കാൻ വെച്ചാൽ യു സി മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നൗ over nearing 60-65, old people and young people are all left Kerala. So everybody needs an assisted living in the coming 10 years. So ഇതുപോലത്തുള്ള കമ്പനികൾ, ഇതുപോലത്തുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനികളാണ് കേരളത്തിൽ കൂടുതൽ സക്സസ്ഫുൾ ആവുക, റദർ ദാൻ ഗോയിങ് ഫോർ മെഷീൻ ലേണിംഗ് ഇതുപോലുള്ള പ്രോഡക്റ്റിനെക്കാട്ടും നല്ലതെന്ന് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കിട്ടും. അതുപോലെ എനിക്ക് വലിയൊരു ഇഷ്ടപ്പെട്ട ഒരു എൻ്റർപ്രൈനറാണ് ഈ നമ്മുടെ ക്യാപ്റ്റൻ ഗോപിനാഥ് എന്ന് പറഞ്ഞത്. ക്യാപ്റ്റൻ ഗോപിനാഥ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അയാളൊരു പ്രസ്റ്റീജിയസ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് പുറത്തു വന്ന ഒരാളായിരുന്നു. ഇന്ത്യൻ ആർമിയിൽ വന്നിട്ട് അതിനുശേഷം അയാൾ ഹീ ടുക്ക് എ വോളണ്ടറി റിട്ടയർമെൻറ്റ്, ആൻഡ് വോളണ്ടറി റിട്ടയർമെൻറ്റിന് ശേഷം എന്ന് വെച്ചാൽ ഈ സ്റ്റാർട്ടഡ് ഫാമിംഗ് ഇൻ ഈസ് ഫാം ലാൻഡ്. ആ സമയത്താണ് പിന്നെ ഹി ഫൗണ്ട് സം ഓഫ് ഹിസ് കൊലീഗ്സ് ജോയിൻഡ് ഇൻ എ കൊറിയർ കമ്പനി. ആടെ ഒരു കൊറിയർ കമ്പനിയിൽ ഒരു മാനേജറായിട്ട് ജോയിൻ ചെയ്തപ്പോൾ ഈ ഫെൽറ്റ് വെരി ബാഡ്. കാരണം ആർമിയിലൊരു വലിയൊരു ഓഫീസറായി ജോയിൻ ചെയ്ത് അവർക്ക് സാധാരണ ഒരു കൊറിയർ കമ്പനിയിൽ ജോയിൻ ചെയ്യുക, വർക്കിന് വേണ്ടി ജോയിൻ ചെയ്യുക എന്നുള്ള നിലയിലായിരിക്കും ദിവസം. അപ്പോൾ ആ സമയത്താണെന്നോ ഇയാൾ ഈ ഡിസൈഡ് ഈ ക്യാൻ ഒരു ചെറിയൊരു ഏവിയേഷൻ കമ്പനിയെ കുറിച്ചിട്ടുള്ള പ്ലാൻ വരുന്നു. അങ്ങനെ അയാളൊരു ചെറിയൊരു ഹെലികോപ്റ്റർ വാങ്ങി. അന്ന് ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ റോഡ്സ് ഇല്ലല്ലോ. സോ മോസ്റ്റ് ഓഫ് ദ ഫിലിം സ്റ്റാർസ് മിനിസ്റ്റേഴ്സ് ആണ് ഇയാൾ ഹെലികോപ്റ്റർ യൂസ് ചെയ്തത്. അത് ഇയാൾ റിക്രൂട്ട് ചെയ്തത് ഈ സോൺ കൊളീഗ്സ്, അയാളെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ട് അയാൾ ആ കമ്പനി പിന്നെ ഒരു വലിയൊരു ഏവിയേഷൻ കമ്പനിയൊക്കെ മാറ്റുന്നു. ആ കഥയൊക്കെ പിന്നെ ഡക്കാൻ ഏവിയേഷൻ
ഒരു സിംഗിൾ ഹെലികോപ്റ്ററിൽ തുടങ്ങിയ കമ്പനിയായിരുന്നു. സോ പിന്നെ സിംഗിൾ ഹെലികോപ്റ്റർ മാത്രമുള്ള കുറച്ച് എക്സ് ആർമി പൈലറ്റ് കൊലീഗ്സ് ആയിട്ട് തുടങ്ങിയൊരു കമ്പനിയായിരുന്നു. സോ ഇന്ന് ഇറ്റ് വാസ് എ വെരി ബിഗ് കമ്പനിയായി മാറിക്കഴിഞ്ഞു. പണ്ട് അത് കുറച്ച് കാലം മുന്നേ അറിയായിരിക്കും. സോ അയാൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, സി ഇൻ ഇന്ത്യ നോട്ട് എ ബില്യൺ ഹംഗ്രി മൗത്ത്സ് ടു ഫെഡ് ബട്ട് എ ബില്യൺ ഹംഗ്രി കസ്റ്റമേഴ്സ് ഹൂ നീഡ്സ് ടു ബി സാറ്റിസ്ഫൈഡ് എന്ന് അയാൾ മനസ്സിലാക്കിയത്. സോ അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ 2025 ആ സമയത്ത് അവർ പറയുന്ന ഒരു 3 മില്യൺ പാസഞ്ചേഴ്സിന് ഫ്ലൈ ആയിരുന്നു. 2006 8 മില്യൺ പാസഞ്ചേഴ്സിന് ഫ്ലൈ യൂസ് ചെയ്യുന്ന പാസഞ്ചേഴ്സ് അവരുടെ ഫ്ലൈറ്റ് യൂസ് ചെയ്യുന്നവർ. സോ സിദ്ധാർത്ഥ് ഗോപിനാഥിനെ കുറിച്ച് അതൊരു ഗ്രേറ്റ് എന്റർപ്രൈനർ ആയിരുന്നു. സോ അതുപോലെ വേറൊരു ഗ്രേറ്റ് എന്റർപ്രൈനർ ആയിരുന്നു നമ്മുടെ ഈ ബയോകോണിന്റെ കിരൺ മജുംദാറിന്റെ അച്ഛൻ വെറൊരു ബ്രൂവറായിരുന്നു. അയാൾ ഈ വർക്ക് ഫോർ അനദർ പേഴ്സൺ. സോ ദാറ്റ് ബ്രൂവറി ബിസിനസ് ഷീ വെൻ ടു ഓസ്ട്രേലിയ ടു ലേൺ ബ്രൂവറിനെ കുറിച്ച് പഠിക്കാൻ. അത് ഷി വാസ് എ ലേഡി ഓൾസോ ആൻഡ് മെയിൽ ഡോമിനേറ്റ് ഇൻഡസ്ട്രിയിൽ ഷീ വാന്റ് ആൻഡ് ലേൺ ദിസ് തിങ്സ് ആൻഡ് ഷീ കെയിം ബാക്ക്. ആ സമയത്തായിരുന്നു പിന്നെ ഒരു ഐറിഷ് കമ്പനി they were looking somebody in India to supply the പപ്പായൻ്റെ എൻസൈം ഉണ്ടാക്കാനുള്ള ആർക്കും പറ്റുമെന്നുള്ളത്. സോ ഹി നോസ് വൺ ഗായ് ഇൻ ഓസ്ട്രേലിയ ആൻഡ് ഓസ്ട്രേലിയയിൽ ഈസ് പേഴ്സൺ ടോട്ട് കിരൺ മജുംദാർ. So he asked you go to India and contact Kiran. So he gave the contact details and he contacted Kiran. And Kiran was not ready to start. And she was told, I don't have money. I am a lady. I don't know anything about this business. So finally she went to Ireland and she got a course from Ireland. She came back and started manufacturing the enzyme. Then the Biocon has become a big company and the rest is history. You know that this type of companies. So ഞാൻ ഈ ടൈപ്പ് ഓഫ് എന്റർപ്രൈനേഴ്സിനെ കുറിച്ച് പറഞ്ഞതിന്റെ കാരണം വെച്ചാൽ നമ്മുടെ അഗൈൻ ഐ വോണ്ട് ടു ടെൽ യു വൺ മോർ ഗായ്. നിങ്ങൾക്ക് എല്ലാവർക്കും നാരായണ ഹൃദയ ബാംഗ്ലൂർ എന്ന ഒരു കമ്പനിയുടെ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയായിരിക്കും. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ഡോക്ടർ ദേവി ഷെട്ടി. ദേവി ഷെട്ടിന്റെ സ്റ്റേറ്റ് ഓഫ് ദി ഹോസ്പിറ്റലാണ്. അതിപ്പോൾ ഇന്ന് പല ആൾക്കും ഒരു പിൽഗ്രിമേജ് സെൻറ്റർ. അത് പേഷ്യൻസ്, റിലേറ്റീവ്സ്, മെഡിക്കൽ എക്സ്പേർട്സ്, പോളിസി മേക്കേഴ്സ്, സ്റ്റുഡൻസ് എല്ലാം ഒരു ഇന്നോവേഷൻ കാണുന്ന ഒരു ഹോസ്പിറ്റലാണ് ഏത് ദേവി ഷെട്ടിയുടെ ഈ നാരായണ ഹൃദയാല. ഈസ് വൺ ലിസ്റ്റഡ് കമ്പനിയാണ്. So if you enter the hospital, what you see, there are two receptions. One is for Bengali speaking people and other is for everybody else. Why? Because Devi Shetty attracts huge number of patients from the Bengal because they don't have a hospital in Bengal. Even though Communist Party Jyoti Basu ഇത്ര കാലം ഭരിച്ചിട്ട് അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി. നിങ്ങൾക്കറിയാം ഒരു കാറ്ററാക്ട് ഓപ്പറേഷൻ പോലും ബംഗാളികൾ ചെന്നൈയിലും അല്ലെങ്കിൽ ഹൈദരാബാദിലും അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ വരണം എന്നുള്ള കാര്യം. സോ പിറ്റിയബിൾ കണ്ടീഷൻ. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്ര കൊല്ലം ഭരിച്ചിട്ട് ഒരു ബേസിക് ഫെസിലിറ്റി, ഹോസ്പിറ്റൽ ഫെസിലിറ്റി പോലും ഇല്ലാത്തൊരു സ്റ്റേറ്റാണ് ബംഗാൾ എന്നുള്ള കാര്യം നമുക്ക് പലപ്പോഴും അറിയുമ്പോൾ സങ്കടം തോന്നും. സോ അതുകൊണ്ട് ഇപ്പോൾ അയാൾ നോക്കുന്ന വെച്ചാൽ ഈ 5,000 ബെഡഡ് ഹെൽത്ത് കെയർ സിറ്റി അയാൾ പ്ലാൻ ചെയ്യുന്നത്. അതുമാത്രമല്ല ഈസ് എക്സ്പെക്ടിങ് ദ കസ്റ്റമേഴ്സ് ഫ്രം ദി മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ഓൾസോ. സോ ഇതുപോലുള്ള വലിയ വലിയ എന്റർപ്രൈനേഴ്സ് നമുക്ക് കർണാടകയിൽ കാണാൻ പറ്റി. പക്ഷേ ഇതുപോലുള്ള ഒരു ബിസിനസ്സാണ് ഞാൻ ഈ കേരളയിലും കാണാൻ വാട്ട് ഐ വാസ് എക്സ്പെക്ടിങ്. ഇതുപോലുള്ള ഗ്രേറ്റ് ബിസിനസ് നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. Anyway, this is ഇത് സംസാരിക്കുന്നത്. There are many people I want to talk, but I have limited time to discuss. We will talk in some other occasion. Anyway, thank you for viewing my channel. I have a humble request to subscribe my channel and please support my channel and you can recommend my channel to your colleagues also.